ഈ സംസാരം അവസാനിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പരിപാടിയിൽ വീഡിയോ ഇല്ല, ഫോട്ടോ പാടില്ല. എന്തേ കാരണം? ചിലർ ചോദിക്കുന്നുണ്ട്. ഈ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ അനാചാരങ്ങളില്ല, ഇവിടെ തിന്മകളില്ല, ഫോട്ടോയും വീഡിയോയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടനവധി ഹദീസുകൾക്കെതിരാണ്. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തിൽ മുസവ്വിറൂൻ. ഖിയാമത്തിന്റെ ദിവസം ഏറ്റവും കഠിനമായി ശിക്ഷയ്ക്ക് വിധേയമാകുന്നതും മുസവ്വിറുകളാണ്, ചിത്രമെടുക്കുന്നവരാണ്. അറബിയിൽ ക്യാമറയ്ക്ക് പറയുക ആലത്തു തസ്വീർ എന്നാണ്. തസ്വീർ സവ്വറ യുസവ്വിറു തസ്വീറൻ വഹുവ മുസവ്വിറുൻ. അറബി പഠിക്കുന്ന ആളുകൾക്കറിയാം, സവ്വറ എന്ന് പറഞ്ഞാൽ അതെടുക്കുന്ന ആൾക്ക് മുസവ്വിർ എന്ന് പറയും, ഫോട്ടോഗ്രാഫറിന് മുസവ്വിർ എന്നാ പറയുക. പദം മാറിയിട്ടില്ല, കാരണം യാഥാർത്ഥ്യം അതാണ്. വീഡിയോ എടുത്താലും ഫോട്ടോഗ്രാഫി എടുത്താലും അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച ശക്തമായ താക്കീത് ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ടായ ഒരു മഹാപാതകമാണ് ചിത്രമെടുക്കുക എന്ന് പറയുന്നത്. ആ ചിത്രമെടുത്തുകൊണ്ടൊരു ദഅവത്ത് നമുക്ക് വേണ്ട. അപ്പൊ ലോകത്തെത്തിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ എന്ന നമ്മുടെ നേതാവ്, നമ്മുടെ സ്വന്തം ജീവനേക്കാൾ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്ന നമ്മുടെ നേതാവിനെ സ്നേഹിച്ചതും ആ നേതാവിനെ കണ്ടിട്ടല്ല, ആ നേതാവിന്റെ സുന്നത്തും പ്രമാണങ്ങളിലൂടെ പഠിച്ചെടുത്തിട്ടാണ്. നേരത്തെ പറഞ്ഞ അൽ-ഇമാം മുഖ്ബിൽ എന്ന നമ്മുടെ ശൈഖ്മാരുടെ ശൈഖ്, അദ്ദേഹത്തിന്റെ ദഅവത്തും നിസ്വാർത്ഥമായി തൗഹീദിന്റെ യഥാർത്ഥ ആദർശം സുന്നത്തിലൂന്നിക്കൊണ്ടും ആ നാട്ടിൽ അദ്ദേഹം നിർവഹിച്ചപ്പോൾ അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾ താണ്ടിക്കടന്നും ആ പ്രബോധനം കടന്നു ചെന്നതും വീഡിയോ കൊണ്ടല്ല, ഫോട്ടോഗ്രാഫി കൊണ്ടല്ല, നേരെ മറിച്ച് സുന്നത്ത് കൊണ്ടാണ്. സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ടും ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നടത്തും. അതാരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല.